അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 52 ആദ്യത്തെ 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ ഓഫ് ടു നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദി സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1 ഈസ് 540. ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദി സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1 ഈസ് 560. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ള പോലെ തന്നെ ചോദ്യം 1, 2, 3 വട്ടം നല്ലവണ്ണം വായിച്ചു നോക്കാം. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? ദി പ്രൊഡക്റ്റ് ഓഫ്, അതായത് ഗുണനഫലം എന്തിന്റെ? ഓഫ് ലാർജർ ഓഫ് ടു നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 അല്ലെ, രണ്ട് സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടിയത്. പിന്നെയോ ആൻഡ് ഇറ്റ് സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1, ചെറുതിൽ നിന്ന് 1 കുറച്ചത്. അവ തമ്മിലുള്ള പ്രൊഡക്റ്റ് എത്രയാണ്? ഈസ് 540, അത് 540 ആണ്. അപ്പോൾ രണ്ട് സംഖ്യ, അതിൽ വലുതിനോട് 1 കൂട്ടി ചെറുതിൽ നിന്ന് 1 കുറച്ചു, അവ തമ്മിൽ ഗുണിച്ചപ്പോൾ എന്ത് കിട്ടി? 540 കിട്ടി. ഇനി അടുത്തത് എന്താ പറയുന്നത്? ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലാർജർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദി സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. നേരെ തിരിച്ച്, വലുതിൽ നിന്ന് 1 കുറച്ചു, ചെറുതിൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ എത്ര കിട്ടി? 560 കിട്ടി അല്ലേ? അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി അവർ 3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ദംസെൽവ്സ്, അതായത് ആ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? പിന്നെയോ വാട്ട് ഇസ് ദർ ഡിഫറൻസ്, അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വാട്ട് ആർ ദി നമ്പേഴ്സ്, ആ നമ്പറുകൾ എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 80 കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിരുന്നു അല്ലേ? അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 2 സമവാക്യങ്ങൾ ഉണ്ടാക്കും. ആ സമവാക്യങ്ങൾ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവയുടെ പ്രോഡക്റ്റ്, അതായത് എക്സ് വൈ കിട്ടും. പിന്നെയോ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ കിട്ടും, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ കിട്ടും. മനസ്സിലായില്ലേ? അതിനുശേഷം നാം എന്ത് ചെയ്യും? ഓർമ്മയുണ്ടല്ലോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യാറുണ്ട്? എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കുക അല്ലേ? സെയിം മെത്തേഡ് തന്നെയാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സംഖ്യകൾ അല്ലേ? 2 സംഖ്യകൾ ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് വലിയതിനെ നമുക്ക് ലാർജർ നമ്പർ എക്സ് എന്ന് കൊടുക്കാം. സ്മോളർ ചെറുതിനെ നമുക്ക് വൈ ആയിട്ട് കൊടുക്കാം. അപ്പോൾ എക്സും വൈ ആണ് നമ്മുടെ 2 സംഖ്യകൾ. വലുതിൻ്റെ കൂടെ 1 കൂട്ടി ചെറുതിൻ്റെ കൂടെ 1 കുറച്ചു, എന്നിട്ട് അവ തമ്മിൽ ഗുണിച്ചു അല്ലേ? അപ്പോൾ വലുതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ എക്സ് പ്ലസ് 1, ഇനി ചെറുതിൽ നിന്ന് 1 കുറച്ചു വൈ മൈനസ് 1, എന്നിട്ട് അവർ തമ്മിൽ ഗുണിച്ചു. അപ്പോൾ എന്താണ് ഉത്തരം കിട്ടിയത് പറഞ്ഞത്? 540 കിട്ടി. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ബ്രാക്കറ്റ് പൊട്ടിക്കുക? എക്സ് ഇൻറ്റു വൈ അല്ലേ? എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് വൈ, പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ഇക്വൽ ടു 540. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അവർ രണ്ടാമത് പറഞ്ഞ കാര്യം നോക്കാം. വലിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, അപ്പോൾ എക്സിൽ നിന്ന് 1 കുറയ്ക്കുന്നു. ചെറിയ സംഖ്യയോട് കൂടി 1 കൂട്ടി, അപ്പോൾ വൈയുടെ കൂടെ 1 കൂട്ടുന്നു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 560. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ബ്രാക്കറ്റ് അങ്ങോട്ട് കളയാം. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു പ്ലസ് 1 പ്ലസ് എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ, മൈനസ് 1 ഇൻറ്റു പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു 560. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? നമുക്ക് ഓർമ്മയുള്ള സ്റ്റെപ്പുകൾ, ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ കൂട്ടി അല്ലേ? അപ്പോൾ നമുക്ക് അതേ രൂപത്തിൽ കൂട്ടാം. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ഈ ഇക്വേഷൻ 1നും കൂടി അടിയിലേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു 540. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ കൂടി എടുത്ത് എഴുതി എന്നുള്ളൂ. ഇനി നമുക്ക് 2ഉം തമ്മിലൊന്ന് കൂട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 1ഉം തമ്മിൽ ഒന്ന് കൂട്ടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ് വൈ പ്ലസ് എക്സ് വൈ, 2xy അല്ലേ? അപ്പോൾ 2xy പ്ലസ് എക്സും മൈനസ് എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? 0 ആയി. മൈനസ് വൈയും പ്ലസ് വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാലും 0 ആയി. മൈനസ് 1ൻ്റെ കൂടെ മൈനസ് 1 കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് 2 ഈക്വൽ ടു 560 540 എത്ര വരും? 11 അല്ലേ? 1100. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 2xy മൈനസ് 2 ഈക്വൽ ടു 1100. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? 2xൻ്റെ വില ആദ്യം കണ്ടുപിടിക്കാം. 2xy ഈസ് ഈക്വൽ ടു
1100 ഈ രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +2 അല്ലേ, അതായത് 1102. അപ്പോൾ 2xy = 1102. അങ്ങനെയാണെങ്കിൽ xy എത്ര വരും? xy = 1102 × 2/2 മാറി അല്ലേ. അപ്പോൾ 1102/2. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യാൻ, അല്ലാത്തൊരു സാധാരണ രൂപത്തിൽ ചെയ്യാം. അപ്പോൾ വെട്ടി അങ്ങനെ ചെയ്യാൻ അറിയില്ലേ? അപ്പോൾ നോക്കിയാൽ 1102 /2. അപ്പോൾ എങ്ങനെ ചെയ്യാം നോക്കിയാൽ, ഒന്നിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അടുത്ത കൂട്ടി 11 അല്ലേ. 11നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം ഇപ്പോൾ 11ൽ? 2 5 പ്രാവശ്യം അല്ലേ, 5 പ്രാവശ്യം. അപ്പോൾ 5 × 2 10 ആണ് അല്ലേ. ഇവിടെ 11 ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരുന്നുണ്ട്? ഒരു 1 വരുന്നുണ്ട് അല്ലേ, 1 ഉണ്ട്. പിന്നെ ഇവിടെ 0. അപ്പോൾ 1 ഉം 0 ആകുമ്പോൾ ഇവിടെ 10 ആയി അല്ലേ. ആ 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 5. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ ബാലൻസ് ഒന്നുമില്ല. ഇനി ഏതാ ഉള്ളത്? 2 അല്ലേ. 2നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 1. അപ്പോൾ 551. അപ്പോൾ നമുക്ക് xy കിട്ടി 551. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലെ ആദ്യത്തെ ഉത്തരം കിട്ടി. അതായത് സംഖ്യകളുടെ പ്രൊഡക്റ്റ് എത്രയാണ് പ്രൊഡക്റ്റ്? x × y, അത് 551. ഇനി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് അല്ലേ, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാറ്? ഈ 2 ഇക്വേഷൻ തന്നെ എടുത്തെഴുതും അല്ലേ. ഇപ്പോൾ കൂട്ടിയതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുത്തെഴുതാം. xy + x - y - 1 = 560. അത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനിയോ xy - x + y - 1 = 540. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. നാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് പെയർ ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏത് ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ മുകളിൽ എഴുതാൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടില്ല, ഏത് രൂപത്തിൽ ചെയ്തോളൂ. ഉത്തരമൊക്കെ സെയിം തന്നെയാണ് കിട്ടുക. പക്ഷെ നമുക്ക് കുറയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പം എന്തായിരിക്കും? ഈ വലിയ സംഖ്യ എവിടെയാണ് വരുന്നത് അത് മുകളിൽ എഴുതാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ് വലുത് വരുന്നത് അല്ലേ, അതുകൊണ്ട് മുകളിൽ എഴുതി. ഇനി നമ്മൾ അത് താഴെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ചിഹ്നങ്ങളൊന്നും ശ്രദ്ധിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് വേണം? നമ്മൾ 2ൽ നിന്ന് 1നെ മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2 - 1. അപ്പോൾ നമുക്ക് xy മൈനസ്, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പോകണം. xy - xy 0 അല്ലേ. ഇനി പ്ലസ് എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്. പ്ലസ് എക്സിൽ നിന്ന് മൈനസ് എക്സ്. അപ്പോൾ എന്ത് വരും? പ്ലസ് എക്സ്, രണ്ടും പ്ലസ് ആയി മാറി അല്ലേ. അപ്പോൾ എക്സ് + എക്സ് എന്ത് വരും? 2x. ഇനി ഇവിടെ എങ്ങനെ വരും? -y - +y അല്ലേ. അപ്പോൾ എന്തായി? -y പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ നമുക്കിവിടെ -y എന്ന് തോന്നുന്നു അല്ലേ, അതായത് -2y. ഇനി -1 -1 അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും? ഇതേപോലെ തന്നെ -1 + 1 മാറി, അതായത് 0. ഇനി ഇവിടെ 560 നിന്ന് 540 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര വരുന്നു? 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x - 2y = 20. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? അടുത്ത സ്റ്റെപ്പ് ഈ 2നെ പുറത്തേക്ക് എടുക്കും അല്ലേ. അപ്പോൾ 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഇവിടെ ബാക്കി എത്ര വന്നു? എക്സ്, ചിഹ്നം മൈനസ്, ഇവിടെ നിന്ന് 2 പോകുന്നു കഴിഞ്ഞാൽ y. അപ്പോൾ 2 × x - y = 20. അപ്പോൾ അതിൽ നമുക്ക് x - yയുടെ വില കിട്ടുമല്ലോ. x - y = 20 എന്ത് ചെയ്യണം? ഈ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ /2 = 10. അപ്പോൾ നമുക്ക് x - y കിട്ടി 10. അതായത് ഡിഫറൻസ് എത്ര കിട്ടി? ഡിഫറൻസ് നമുക്ക് 10 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് xy കിട്ടി 551, x - y കിട്ടി എത്ര? 10 കിട്ടി അല്ലേ. ഇനി എന്താണ് നമ്മൾ അടുത്ത് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദി നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം ഇനി മൂന്നാമത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് x - y അറിയാം, xy അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x + y കിട്ടണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ടല്ലോ. ഏതാണ് ഇക്വേഷൻ? x - y² = x + y² - 4xy. ഓർമ്മയില്ലേ? ഈ ഇക്വേഷനാണ് നാം ഉപയോഗിക്കാറ് അല്ലേ. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? x - y നമുക്കറിയാം അല്ലേ, 10. അപ്പോൾ x - y നമുക്കറിയാം
10 എക്സ് വൈ നമുക്കറിയാം 551. നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് പ്ലസ് വൈ നാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ചെറിയ മാറ്റം വരുത്തല്ല. അങ്ങനെ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കുക. ഇങ്ങോട്ട് നോക്കിയാൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആരാണ് കൂടെ ഉള്ള ആൾ? -4xy അല്ലേ? ശ്രദ്ധിക്കുക, -4xy. ഈ 4xy നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ആര് മാത്രമായി? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മാത്രമായി അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പമായില്ലേ? അപ്പോൾ ഇതിനെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം നമ്മൾ? -4xy എന്നുള്ള എന്തായി മാറും? +4xy ആയി മാറും. അപ്പോൾ ഇവിടെ എങ്ങനെ ഒന്ന് ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ, പിന്നെ ഇതിങ്ങോട്ട് പോന്നു +4xy ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കിട്ടി. എങ്ങനെ? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇതങ്ങോട്ട് പോകുമ്പോൾ +4xy. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? ഇതങ്ങോട്ട് പോകുമ്പോൾ +4xy. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് വൈ നമുക്കറിയാലോ 10. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 4xy. 4 ഇൻറ്റു xy എത്രയാണ്? 551. അതായത് 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 4 ഇൻറ്റു 551. 4 0 2 2204. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എത്ര കിട്ടി നമുക്ക്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2204 100 2304. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് 2304. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് വൈ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ സ്ക്വയർ മാറ്റിയിട്ട് ഇവിടെ എന്ത് വരും? റൂട്ട് വരും അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു റൂട്ട് 2304. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ കിട്ടി. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഈ ഭാഗം ഞാനൊന്ന് മായ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് റൂട്ട് 2304 അതിൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കണം വേണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? നാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 2304നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്ത് പോയി അവസാനം ഓരോ ജോഡി എടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്ന് വീതം എടുക്കുക അല്ലേ? അവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതല്ലാതെ വേറെ മെത്തേഡിൽ ഇതിനെങ്ങനെ കാണാൻ പറ്റും നമുക്ക്? അപ്പോൾ നമുക്കറിയാവുന്ന സംഖ്യകളുടെ സ്ക്വയർ, എളുപ്പത്തിൽ കാണാവുന്ന സംഖ്യകളുടെ സ്ക്വയർ നമുക്കറിയാം 10. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 അല്ലേ? 1 0 ആണെങ്കിൽ 2 0 ചേർക്കും. 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ 4, 1 0 ആണെങ്കിൽ 2 0. ഇനി 30ൻ്റെ സ്ക്വയറോ? 3ൻ്റെ സ്ക്വയർ 9, 1 0ന് 2 0 അല്ലേ? ഇനി 40 ആണെങ്കിലോ? 4ൻ്റെ സ്ക്വയർ 16, 1 0ന് 2 0. ഇനി 50 ആണെങ്കിലോ? 5ൻ്റെ സ്ക്വയർ 25, 1 0 ആണെങ്കിൽ 2 0. ഇനി 60 ആണെങ്കിലോ? 6ൻ്റെ സ്ക്വയർ 36, 1 0 ആണെങ്കിൽ 2 0. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട സംഖ്യ എത്രയാണ്? 2304. 2304 എന്ന് പറയുമ്പോൾ എവിടെ കിടക്കുന്നത്? ഈ 1600നും 2500നും ഇടയിലാണ് ഇവൻ കിടക്കുന്നത് അല്ലേ? ഈ 2304 ഇവിടെ മനസ്സിലാവണില്ലേ? അതായത് ഇതിൻ്റെ റൂട്ട് അപ്പം എവിടെ വരും? 40നും 50നും ഇടയിലായിരിക്കും റൂട്ട് വരിക. 1600ൻ്റെ റൂട്ട് 40 ആണ്, 2500ൻ്റെ റൂട്ട് 50 ആണ്. അപ്പോൾ 40നും 50നും ഇടയിലായിരിക്കും നമ്മുടെ സംഖ്യ വരേണ്ടത്. അത്രയും മനസ്സിലായല്ലോ. ഇനി നാം എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് 40നും 50നും ഇടയിലുള്ള ഏത് സംഖ്യയാണ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 2304 അതിൻ്റെ ഈ വൺസിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 4 ആണ് അല്ലേ? 4 ആണ്. അപ്പം ഏത് 2 സംഖ്യ ഒരേപോലത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക? ഒന്ന് 2 × 2 4 അല്ലേ? പിന്നെ 3 × 3 9 അങ്ങനെ പോയി പിന്നെ നമുക്ക് ഏതാണ് 4 കിട്ടുക? ഒരു സംഖ്യ കൂടി ഗുണിച്ചാൽ കിട്ടുമല്ലോ. 8 × 8 64.
അല്ലേ? അപ്പോൾ 8 × 8 ഗുണിച്ചാലും നമുക്കിവിടെ അവസാനം ഒറ്റ വൺസിൻ്റെ സ്ഥാനത്ത് 4 വരുന്നത്. 2 × 2 ഗുണിച്ചാലും വൺസിൻ്റെ സ്ഥാനത്ത് 4 വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, 40നും 50നും ഇടയിലാണ് നമ്മുടെ സംഖ്യ. ഒന്നുകിൽ 42 ആയിരിക്കും, അല്ലെങ്കിൽ 48 ആയിരിക്കും. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി ഈ 2304 ഏതിനോട് അടുത്താണ് നിൽക്കുന്നത്? 1600ൻ്റെ അടുത്താണോ അതോ 2500ൻ്റെ അടുത്താണ് നിൽക്കുന്നത്? ഏതിനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്? 1600 വെച്ച് കുറേ വ്യത്യാസമുണ്ട് അല്ലേ? 2300 2500ൻ്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലേ? അതുകൊണ്ട് എന്തായിരിക്കും? ഇതിൽ വലിയ സംഖ്യ ആയിരിക്കും, അതായത് 8 ആയിരിക്കും. അപ്പോൾ നമ്മുടെ സംഖ്യ എത്രയായിരിക്കും? 48. ഇനി ഈ സംഖ്യ ഈ 1600ൻ്റെ അടുത്താണെന്ന് വിചാരിക്കുക, ഇപ്പോൾ 2000ന് താഴെയൊക്കെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ സംഖ്യ? റൂട്ട് വരത് 42 ആയിരിക്കും. ഏതിനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്? അപ്പോൾ അത് ചെറുതിനോടാണെങ്കിൽ ഇത് ചെറുതെടുക്കുക, വലുതിനോടാണെങ്കിൽ വലുതെഴുതാം. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേഷൻ തോന്നും, പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാ, നമുക്കൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ സംഖ്യ എഴുതണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുക. ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചത്? x + y ഹോൾ സ്ക്വയർ 2304 ആണെങ്കിൽ x + y എത്ര കിട്ടി? റൂട്ട് 2304, അതായത് 48. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് x + y എത്രയാണെന്ന് കിട്ടി, പിന്നെ നമുക്ക് x - y എത്രയാണെന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എളുപ്പത്തിൽ എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? x + y 48, x - y എത്രയാണ്? 10. നമുക്ക് കിട്ടിയ 10 എന്നാണ് അല്ലേ? അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ കൂട്ടിയാൽ എന്ത് വരും? 2x 2 + x 2x ഇത് ക്യാൻസൽ ആയിപ്പോയി. 48 + 10 58. അങ്ങനെയാണല്ലോ. x = 58/2 = 29. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി. വലിയ സംഖ്യ 29 ആണെന്ന് കിട്ടി. ഇനി ചെറിയ സംഖ്യ കിട്ടാൻ എന്ത് വേണം? ഇതിൽ ആ വാല്യൂ ഒന്ന് കൊടുത്താൽ മതി അല്ലേ? നമുക്കറിയാം x + y എന്ന് പറഞ്ഞത് 48 ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 29 + y = 48. അങ്ങനെയാണെങ്കിൽ y = എന്ത് വരും? 48. ഈ +29 ഇങ്ങോട്ട് പോകുമ്പോൾ -29 = 19. ഇത് നമ്മുടെ ചെറിയ സംഖ്യ സ്മോളർ, ഇത് ലാർജർ സംഖ്യ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ നാലാമത്തെ ചോദ്യം? ഇഫ് ദി ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 മീറ്റർ ആൻഡ് ദി ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 2 മീറ്റേഴ്സ്, ഇസ് ഏരിയ വുഡ് ഡിക്രീസ് ബൈ 10 സ്ക്വയർ മീറ്റർ. അതായത് ഒരു ചതുരം അല്ലേ? ചതുരത്തിൻ്റെ നീളം 3 മീറ്റർ കൂട്ടി, അതുപോലെ വീതി 2 മീറ്റർ കുറച്ചു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഏരിയ 10 ചതുരശ്ര മീറ്റർ കുറയും. പിന്നെയോ, ഇഫ് ദി ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2 മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 3 മീറ്റേഴ്സ്. അത് നീളം 2 മീറ്റർ കുറയ്ക്കുകയും വീതി 3 മീറ്റർ കൂട്ടുകയും ചെയ്താൽ എന്ത് വരും? ഏരിയ എന്താവും? ഏരിയ വുഡ് ഇൻക്രീസ് ബൈ 30 സ്ക്വയർ മീറ്റർ. ഏരിയ 30 സ്ക്വയർ മീറ്റർ കൂടും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്കൊരു ചതുരം അല്ലേ? ഒരു ചതുരം, ഇതാണ് നമ്മുടെ ചതുരം. ഈ ചതുരത്തിൻ്റെ നീളം x, വീതി y. ഇതാണ് നമ്മുടെ ചതുരത്തിൻ്റെ നീളം, വീതി. ഇനി എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? നീളം 3 മീറ്റർ കൂട്ടി വീതി 2 മീറ്റർ കുറച്ചു. അപ്പം നീളം 3 മീറ്റർ കൂട്ടി. അപ്പം നീളം 3 മീറ്റർ കൂട്ടി, പിന്നെ എന്ത് ചെയ്തു? വീതി 2 മീറ്റർ കുറച്ചു. അപ്പോൾ വീതി ഇത്ര ഇല്ല, ഇപ്പോൾ ഇത്ര കുറച്ചു. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ചതുരം. അങ്ങനെ ചെയ്തപ്പോൾ ഏരിയ 10 സ്ക്വയർ മീറ്റർ കുറഞ്ഞു അല്ലേ? അപ്പം നീളം ഇത്ര കൂട്ടി, എത്ര? 3 മീറ്റർ. വീതി 2 മീറ്റർ കുറച്ചു. ഇത്ര ഉള്ളപ്പോൾ വീതി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മുടെ പുതിയ ഈ ചതുരത്തിൻ്റെ നീളം എത്ര വന്നു? നീളം x + 3 അല്ലേ? അപ്പോൾ x + 3 ഇപ്പോൾ പുതിയ ചതുരത്തിൻ്റെ നീളം. ഇതിൻ്റെ വീതി എത്രയായി? വീതി വൈയിൽ നിന്ന് എത്ര കുറച്ചു? 2 മീറ്റർ കുറച്ചു അല്ലേ? y - 2 ആയി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. നീളം 3 മീറ്റർ കൂട്ടി വീതി 2 മീറ്റർ കുറച്ചപ്പോൾ ഏരിയ എത്രയായി? ആദ്യത്തെ ഏരിയയിൽ നിന്ന് 10 കുറഞ്ഞു അല്ലേ?
അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി അല്ലേ. അപ്പോൾ ഏരിയ എക്സ് ഇൻറ്റു വൈ ആണ് ഏരിയ. ഇനി ഇവിടെ നമുക്ക് പുതിയ ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി. നീളം എത്രയാണ്? നീളം കൂട്ടിയല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 3 ആയി നീളം. വീതിയോ വൈയിൽ നിന്ന് 2 കുറച്ചു y മൈനസ് 2 ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെ വരും? എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 സീക്വൽ ടു എന്ത് വരും? ശരിക്കുള്ള ഏരിയയിൽ നിന്ന് എത്ര കുറയും? 10 കുറയും അല്ലേ. ശരിക്കുള്ള ഏരിയ എക്സ് ഇൻറ്റു വൈ, അതാണ് നമ്മുടെ ശരിക്കുള്ള ഏരിയ. ഈ ചതുരത്തിൻ്റെ പഴയ ചതുരത്തിൻ്റെ ഏരിയ എക്സ് ഇൻറ്റു വൈ, അതിൽ നിന്ന് എത്ര കുറയും? 10 കുറയും. അപ്പോൾ പുതിയ ചതുരത്തിൻ്റെ ഏരിയ പഴയ ചതുരത്തിൻ്റെ ഏരിയയിൽ നിന്ന് 10 കുറയും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് പൊട്ടിക്കുക. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 3y പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 ഈക്വൽ ടു എന്ത് വരും? എക്സ് വൈ മൈനസ് 10. ഇവിടെ രണ്ട് സൈഡും നോക്കിയാൽ എക്സ് വൈ മൈനസ് 2x പ്ലസ് 3y മൈനസ് എക്സ്, ഇപ്പുറത്തോ എക്സ് വൈ മൈനസ് 10. അപ്പോൾ ഇവിടെ നമ്മൾ സാധനം കാണാമല്ലോ, എക്സ് വൈ രണ്ട് ഭാഗത്തുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവനെ ക്യാൻസൽ ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്യാറുണ്ട്, അങ്ങനെ ക്യാൻസൽ ചെയ്തു അല്ലേ. ഇവിടെ ഒരേ ചിഹ്നം വന്ന് ഞാൻ പറഞ്ഞാറുണ്ടത്, ഒരേ ചിഹ്നം വന്നതുകൊണ്ട് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ഒരേ ചിഹ്നങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടിനെയും ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ബാക്കി എന്ത് തോന്നുന്നു? മൈനസ് 2x പ്ലസ് 3y. ഇനി ഇവിടെ ഒരു മൈനസ് 6 എടുക്കുന്നുണ്ട് അല്ലേ. അതിന് നമുക്ക് ഇതിൻ്റെ കൂടെ എക്സിൻ്റെ വൈൻ്റെ കൂടെ നിർത്തേണ്ട, അത് അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഒരു പണിയാം. ഇവിടെ എത്ര ഉള്ളത്? മൈനസ് 10. ഇവ നമുക്ക് അങ്ങോട്ട് വിടാം. അപ്പോൾ പ്ലസ് 6 ആയി. മൈനസ് 2x പ്ലസ് 3y സീക്വൽ ടു മൈനസ് 10 പ്ലസ് 6 മൈനസ് 4. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. എന്ത് ചെയ്തു? ഒരു നീളം 2 മീറ്റർ കുറച്ചു, വീതി 3 മീറ്റർ കൂട്ടി. നീളം 2 മീറ്റർ കുറയ്ക്കുമ്പോൾ നീളം എക്സ് ആണ്. അപ്പോൾ എക്സിൽ നിന്ന് എന്ത് കുറയ്ക്കും? 2 കുറച്ചു. നീളത്തിൽ നിന്ന് 2 കുറച്ചു. ഇനി വീതിയുടെ കൂടെ എത്ര കൂട്ടി? 3 മീറ്റർ കൂട്ടി. അങ്ങനെ ചെയ്തപ്പോൾ ആദ്യത്തെ ഏരിയയിൽ നിന്ന് എത്ര കൂടി? 30 കൂടി അല്ലേ. അപ്പോൾ ആദ്യത്തെ ഏരിയ എത്രയാണ്? എക്സ് വൈ, അതിൽ നിന്ന് അതിൻ്റെ കൂടെ 30 കൂടി. ഇവിടെ 10 കുറഞ്ഞതിന് പകരം 30 കൂടി. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് മാറ്റാം. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു പ്ലസ് 3 പ്ലസ് 3x മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2y മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 6 സീക്വൽ ടു എന്ത് വരും? എക്സ് വൈ പ്ലസ് 30. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോക്കിയാൽ ഇതിനപ്പുറം ഇപ്പുറം നോക്കിയാൽ രണ്ട് ഭാഗത്തും എക്സ് വൈ ഉണ്ട് അല്ലേ. നമുക്ക് രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ എന്ത് വന്നു? 3x മൈനസ് 2y, ഇനി മൈനസ് 6 ഉണ്ട് അല്ലേ. അതിന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇവിടെ എക്സിൻ്റെ വൈരെ കൂടെ അത് വേണ്ട. അപ്പോൾ ഒരു പണി ഈക്വൽ ടു ഇവിടെ എന്താണ്ട് ബാക്കിയുള്ളത് 30, ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 6. അപ്പോൾ നമുക്കെന്ത് കിട്ടി? ഇക്വേഷൻ 3x മൈനസ് 2y സീക്വൽ ടു 36. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? നാം പെയർ ഓഫ് ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് ഇതിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 3. സെയിം അല്ല. അപ്പോൾ എക്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി വൈ നോക്കിയാൽ വൈ ഇവിടെ എത്രയാണ്? 3. ഇവിടെ എത്രയാണ്? 2. അപ്പോൾ അതിനെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടും നമുക്ക് സെയിം ആയിരിക്കണം അല്ലേ. ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇവയെ സെയിം ആക്കണം അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഈ ഒന്നാമത്തെ ഇക്വേഷൻ നാം എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 3 അല്ലേ. അപ്പോൾ 3 കൊണ്ട് എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളങ്ങോട്ട് ഗുണിക്കുക. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഇതിനെയും ഗുണിക്കുക, അതായത് പരസ്പരം ഗുണിക്കുക. അപ്പോൾ നമുക്ക് സെയിം കിട്ടും അല്ലേ. നമുക്ക് കുറേ ചെയ്തതാണത് അല്ലേ, ഒന്നാമത്തെ ചാപ്റ്ററിൽ കുറേ ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഒന്നാമത്തെ ഇക്വേഷനെ, ഇക്വേഷൻ 1നെ ഏതുകൊണ്ട് ഗുണിക്കുന്നു? രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ എത്രയാണ് കോഎഫിഷ്യൻ്റ്? 3 കൊണ്ട് ഗുണിക്കുന്നു.
അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? -2x എന്നുള്ള എന്ത് വരും? -2x × 3 -6x. ഇനി പ്ലസ് 3y × 3 9y പ്ലസ് 9y സീക്വൽ ടു -4 × 3 -12. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ മാറ്റി. അപ്പോൾ ഇതിനെ നമുക്കത് മൂന്നാമത്തെ ഇക്വേഷനായി കൊടുത്തു. നാം എന്ത് വേണം? രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ ഏതുകൊണ്ട് ഗുണിക്കണം? ഒന്നാമത്തെ ഇക്വേഷൻ്റെ ഏതിന്? എക്സിൻ്റെ കോഫിഷ്യൻ്റ് -2 അല്ലേ? -2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് മൈനസ് എടുക്കണമെന്നില്ല, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 2 കൊണ്ടൊന്ന് ഗുണിച്ച് വയ്ക്കാം. 2 × 3x 6x, 2 × 2y അല്ലേ? 2 × -2y സീക്വൽ ടു -4y സീക്വൽ ടു 2 × 36 അതായത് 72. അപ്പോൾ ഇവിടെ 3 കൊണ്ട് 2 കൊണ്ട് ഗുണിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ അല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. പഠിക്കാത്തവർക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പോൾ കൺഫ്യൂഷനുള്ളവർ നമ്മുടെ പഴയ ക്ലാസ്സുകളൊന്ന് ഒന്നാമത്തെ ചാപ്റ്റർ ഒന്ന് നന്നായിട്ടൊന്ന് കാണാം. ഇപ്പോൾ നോക്കി ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 2 സെയിം ആയി അല്ലേ? അപ്പോൾ നമുക്ക് എക്സിനെ ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കണം? വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടിയാലാണ് ഒഴിവാകുക അല്ലേ? രണ്ടും തമ്മിൽ കൂട്ടിയാൽ ഒഴിവാകും. ഒരേ ചിഹ്നങ്ങളാണെങ്കിലോ മൈനസ് ചെയ്താലേ ഒഴിവാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് കൂട്ടാം. അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം തമ്മിൽ കൂട്ടുന്നു. കൂട്ടാൻ കാരണം മനസ്സിലായല്ലോ, വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പോൾ -x ഉം +6x തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസലായിപ്പോയി, 0. ഇനി 9y ഉം -4y അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 5y സീക്വൽ ടു -12 ഉം 72 കൂടി കൂട്ടിയാൽ വലുതിനെ ചേർത്ത് കുറക്കാം, വലുതിൻ്റെ ചിഹ്നം ഇടാം അല്ലേ? വലുതിനെ ചേർത്ത് കുറച്ചാൽ 60, വലുതിൻ്റെ ചിഹ്നം പ്ലസ് അല്ലേ? അപ്പോൾ 5y സീക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ y എത്ര വരും? y സീക്വൽ ടു 60/5 12. അപ്പോൾ നമുക്ക് y കിട്ടി 12. ഇനി നമുക്ക് x കണ്ടുപിടിക്കാം അല്ലേ? അപ്പം നമുക്ക് y കിട്ടി, വീതി കിട്ടി, ശരിക്കുള്ള വീതി. ഇനി നമുക്ക് ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാം. എന്ത് വേണം? ഇതിന് ഏറ്റവും സിമ്പിളായ ഒരു ഇക്വേഷൻ നമ്മൾ വൈയുടെ ഈ കിട്ടിയ വാല്യൂ അങ്ങോട്ട് കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിളായ ഇക്വേഷൻ ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കാം. 3x - 2y = 36 അല്ലേ? അതാണ് കുറച്ചും കൂടി സിമ്പിളായ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിൽ കൊടുക്കാം. 3x - 2y = 36. അപ്പോൾ 3x - 2y 2 × y എത്രയാണ്? 12 = 36. അതായത് 3x - 2 × 12 -24 = 36. അപ്പോൾ നമുക്കതിൽ നിന്ന് 3x = എത്ര വരും? 36 -24 അങ്ങോട്ട് പോകുമ്പോൾ +24. അതായത് 3x 60. അങ്ങനെയാണെങ്കിൽ x = 60/3 = 20 മീറ്റർ. വീതി y കിട്ടി എത്രയാണ്? 12 മീറ്റർ. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് കമൻസിൽ എഴുതണം. ഇനി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.